വെൽക്കം ബാക്ക് ടു BCA ട്യൂട്ടോറിയൽസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് HSC കമ്പ്യൂട്ടർ സയൻസിൽ വരുന്ന മെട്രിക്സസ് എന്ന പാർട്ടാണ്. ഓക്കെ, ലീനിയർ ഓൾജിബ്രയിലുള്ള മെട്രിക്സസ്. അപ്പോൾ അതിൽ വരുന്ന സിലബസ് എന്ന് പറയുന്നത് ആക്ച്വലി മെട്രിക്സസ്, റാങ്ക്, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്, ഇതൊക്കെ അതിൽ വരുന്നതാണ്. ഇതിലെ ഫസ്റ്റ് പാർട്ട്, അതായത് മെട്രിക്സ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എന്താണ് മെട്രിക്സ് നോക്കാം. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് അതൊരു സ്ട്രക്ചറൽ റെക്ടാങ്കുലർ അറേഞ്ച്മെൻ്റ് ആണ് ഓഫ് ന്യൂമറിക്കൽ വാല്യൂസ് അല്ലെങ്കിൽ ഫങ്ഷൻസ്. ഇത് നമുക്ക് എങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ AB എക്സെട്ര XY എന്നുള്ള രീതിയിൽ നമുക്ക് മെട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ വാല്യൂസിന് നമുക്ക് എന്ത് പറയാം? ഇതിലുള്ള മെട്രിക്സിൻ്റെ വാല്യൂസിനെയാണ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ എൻട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? അപ്പം A ഈസ് ഈക്വൽ ടു 1 2. അപ്പോൾ ഇതൊരു മെട്രിക്സ് ആണ് അല്ലേ? ഇതൊരു മെട്രിക്സ് ആണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളൊരു മെട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓരോ എലമെൻറ്റ്സും 1 2 ഇതൊക്കെയാണ് അതിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആ ഓരോന്നിനും നമുക്ക് എൻട്രീസിനും പറയാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് എന്താ? അതിൻ്റെ റോസ് എന്താണ്, കോളംസ് എന്താണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മളൊരു മെട്രിക്സ് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ A11 A12 A13 അതാണ് ഒരു റോ എന്ന് പറയുന്നത്. അതുപോലെ കോളമായിട്ട് വരുന്ന വാല്യൂസിനെയാണ് നമ്മൾ വെർട്ടിക്കൽ ലൈൻസിലുള്ള എലമെൻറ്റ്സിനെയാണ് നമ്മൾ കോളം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോളം എന്തൊക്കെയാണ്? A11 A21 A31 ആണ് ഒരു കോളം. A12 A22 A32 ഇതാണ് സെക്കൻഡ് കോളം. ഇപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ റോസ് ആൻഡ് കോളംസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതായത് ആ എലമെൻറ്റ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റോസ് ആൻഡ് കോളംസ്, ഫസ്റ്റ് നമ്മൾ പറയുക എത്ര റോസ് ഉണ്ട് എന്നുള്ളതാണ്. ദെൻ കോളംസ്, അതായത് M റോസും N കോളംസും ആണെങ്കിൽ നമ്മളതിൻ്റെ ഓർഡർ പറയുമ്പോൾ M/N. അതിന് M + N എന്ന് എഴുതും. നമ്മൾ എന്ത് വായിക്കും? M/N എന്നുള്ള രീതിയിൽ വായിക്കും. അപ്പോൾ അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? അതിൽ M × N എലമെൻറ്റ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ A ഈസ് ഈക്വൽ ടു, ഇപ്പം മെട്രിക്സ് A ഈസ് ഈക്വൽ ടു 1 2 3 4 എന്നാണെങ്കിൽ ഇതിലെ റോസ് എത്രയുണ്ട്? 2 റോ ഉണ്ട് അല്ലേ? കോളം എത്രയുണ്ട്? 2 ഉണ്ട്. അപ്പോൾ N ഇവിടെ ഈക്വൽ ആണ് ആക്ച്വലി. അപ്പോൾ 2/2 എന്ന രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 2 × 2, അതായത് 4 എലമെൻറ്റ്സ് തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് അതിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ M/N വെച്ചിട്ട് നമുക്കതിൻ്റെ എലമെൻറ്റ്സ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി ഇതിലെ എക്സാമ്പിൾസ്, ആക്ച്വലി ഈ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെട്രിക്സ് നമുക്ക് ഏത് ഒരു മെട്രിക്സ് മാത്തമാറ്റിക്സിൽ മാത്രമല്ല ഏതൊരു ബ്രാഞ്ച് ഓഫ് സയൻസിലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സിലായിക്കോട്ടെ, ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിലായിക്കോട്ടെ, മെയിനായിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിലായാലും ECയിലായാലും ഏതിലും നമുക്ക്, അല്ലെങ്കിൽ കോസ്റ്റ് എസ്റ്റിമേഷൻ, സെയിൽസ്, ബഡ്ജറ്റിംഗ്, ഇതിലെല്ലാം നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും? മെട്രിക്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഫിസിക്കൽ ഓപ്പറേഷൻസ്, ഇപ്പോൾ ഒരു ഇമേജിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റൊട്ടേഷൻ, അതിൻ്റെ റിഫ്ലക്ഷൻ, ഒരു പ്ലെയിനിലുള്ളതിൻ്റെ റെപ്രസെൻറ്റേഷൻസ്, ഇതൊക്കെ നമുക്ക് മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏത് വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ മെട്രിക്സ് വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്രിപ്റ്റോഗ്രഫിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഡിഫറെൻറ്റ് ഫീൽഡിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഒരു കൺസെപ്റ്റാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഡാറ്റ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു പ്ലെയിനിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന കേസിൽ നമുക്കതിനെ റോസ് ആൻഡ് കോളംസ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അതിനെ നമുക്ക് 2 ഡയമെൻഷണൽ പ്ലെയിനിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ 2 3 എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിൽ നമുക്കൊരു പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അല്ലേ, എക്സിൻ്റെ വാല്യൂ 2, വൈയുടെ വാല്യൂ 1. അപ്പോൾ ആ ഒരു പ്ലെയിൻ XY പ്ലെയിനിൽ നമുക്കൊരു പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് 2 1 എന്നുള്ള രീതിയിൽ മെട്രിക്സിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു എക്സാമ്പിളാണ് മെട്രിക്സിൻ്റെ. അതുപോലെ തന്നെ റെക്റ്റിലീനിയർ ഫിഗേഴ്സിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് നമുക്കിപ്പോൾ ABCD എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ആണെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ഒരു ഫിഗർ നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇത് ഓരോന്നും ABCD ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഓരോന്നും നമുക്കൊരു പ്ലെയിനിൽ നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റുന്ന ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതിന് നമുക്കൊരു പോയിന്റ് ഉണ്ടാവും. അപ്പോൾ 1 2, അതുപോലെ തന്നെ സെയിം ലൈനാണ്. അപ്പോൾ 3 2, ദെൻ ഇവിടെ വരുന്നത്
അതുപോലെ തന്നെ വേറൊരു വാല്യൂ, ഇപ്പോൾ -1 3, ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു കേസാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഡിഫറെൻറ്റ് ഫിഗേഴ്സിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും മെട്രിക്സ് യൂസ് ചെയ്തുകൊണ്ട്. ഇൻഫോർമേഷൻസ് റെപ്രസെൻറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് എടുക്കുന്നത് എങ്കിൽ സ്റ്റുഡൻസിൻ്റെ മാർക്ക്, ഓക്കെ, സ്റ്റുഡൻസിലെ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും മാർക്ക് വെച്ചിട്ട് എ എന്ന സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് സബ്ജക്റ്റ് 1 അല്ലെ സബ്ജക്റ്റ് 2 അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. 32 31, ബി എന്ന സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് 42 46. അപ്പോൾ ഇത്തരത്തിൽ നമുക്കുള്ള ഓരോ ഇൻഫോർമേഷനെയും നമുക്കൊരു മെട്രിക്സിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇഫ് എ മെട്രിക്സ് ഹാസ് 6 എലമെൻറ്റ്സ് വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ക്യാൻ ഹാവ്. അപ്പോൾ 6 എലമെൻറ്റ്സ് ആണ് ടോട്ടൽ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കതിൻ്റെ ഓർഡർ ഏതൊക്കെ പോസിബിലിറ്റീസ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇങ്ങനെ ചെയ്യാം. അതായത് ഇപ്പോൾ ഇവിടെ 6 എലമെൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം m/n എന്ന് പറയുന്നത് എത്രയാണ്, m/n എന്ന് പറയുന്നത് അതിൻ്റെ ഓർഡറാണ്. അപ്പോൾ ആ ഓർഡറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്തറിയാം, m×n ആണ് അതിൻ്റെ എലമെൻറ്റ്സ്. m×n എന്ന് പറയുന്നത് 6 ആണെന്നറിയാം. അപ്പോൾ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കിട്ടുന്നത് എന്തായിരിക്കണം, 6 ആയിരിക്കണം. അപ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ പോസിബിളായിട്ട് വരിക, 1 6 വരാം, 6 1 വരാം, 2 3 വരാം, 3 2 വരാം അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് വാല്യൂസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ഓഫ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 1 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു റോ 6 കോളം അല്ലേ. അതായത് ഒരു റോ 6 കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. ഒരു സിംഗിൾ റോ ആണ്, പക്ഷെ അതിൽ 6 കോളംസ് ഉണ്ട്. ഇനി 6 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 റോസ് ഉണ്ടാവും, 1 കോളം അല്ലേ. ഇങ്ങനെ 2 3 4 5 6. ഇനി 2 3 ആണെങ്കിലോ 2 റോ ഉണ്ടാവും, 3 കോളം ഉണ്ടാവും. ഓക്കെ, ഇനി 3 2 ആണെങ്കിലോ 3 റോ ഉണ്ടാവും, 2 കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ 4 എണ്ണമാണ് അതിൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 1 6 6 1 2 3 ആൻഡ് 3 2. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് മെട്രിക്സ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് അറിയാം. ഏതൊക്കെയാണ്, ഒന്നാമത്തേത് കോളം മെട്രിക്സ്. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതായത് ഒരു മെട്രിക്സിൽ ഒരു സിംഗിൾ കോളം മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ നമുക്ക് കോളം മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെ Aij = m/n, അതായത് എത്ര റോസും വരാം, പക്ഷെ കോളം എത്ര ഉണ്ടാവുള്ളൂ, ഒറ്റ കോളം. ഇപ്പം നമ്മൾ എടുത്തേതാ 6 1 എന്നുള്ള കേസ്. 6 1 എന്നുള്ള കേസിൽ ഒരു സിംഗിൾ കോളം മാത്രമേ ഉള്ളൂ, പക്ഷെ എന്താ, സിംഗിൾ ഒരുപാട് റോസ് ഉണ്ട് അല്ലേ, 6 റോസ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, പക്ഷെ ഒരു സിംഗിൾ കോളം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് നമ്മൾ കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോളം മെട്രിക്സ് പറഞ്ഞാൽ അതുപോലെ തന്നെ എന്തും ഉണ്ടാവും, അവിടെ ഒരു റോ മെട്രിക്സ് ഉണ്ടാവും. അതായത് ഒരു സിംഗിൾ റോ ആയിരിക്കും, പക്ഷേ എത്ര കോളംസ് ഉണ്ടാവും, n കോളംസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ വരുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന 1/6 എന്നുള്ളതിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ ബി എന്ന് പറയുന്നൊരു മെട്രിക്സ് ആണെങ്കിൽ ആ ബിയുടെ Bij എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ബിയിലെ എലമെൻറ്റ്സ് ij വാല്യൂസ് 1 1 1 2 1 3 അത്തരത്തിൽ വരുന്ന കേസാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ ഓരോന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു സിംഗിൾ റോ മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ ഡിഫറെൻറ്റ് നമ്പർ മോർ ദാൻ 1 ഒന്നോ അതിലധികമോ ഓക്കെ കോളംസ് വരാം. അതാണ് സെക്കൻഡ് വൺ. ഇനി മൂന്നാമത്തെ ഏതാ, സ്ക്വയർ മാട്രിക്സ്. സ്ക്വയർ മാട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതായത് നമ്മളിപ്പോൾ m/n എന്ന് പറഞ്ഞു. അപ്പോൾ m/n എന്ന് പറയുമ്പോൾ എമ്മും എന്നും ഡിഫറെൻറ്റ് വാല്യൂസ് ആവാം. ഇപ്പം 2/3 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് 2/3 അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ നമുക്കതൊരു എമ്മും എന്നും ഡിഫറെൻ്റ് ആണ്. നേരെ മറിച്ച് എമ്മിൻ്റെയും എന്നിൻ്റെയും വാല്യൂ ഈക്വൽ ആണ് എങ്കിൽ അതൊരു സ്ക്വയർ ആവും അല്ലേ. ഇപ്പോൾ ഇവിടെ ഒരു ഈക്വൽ ആണ്, അപ്പോൾ ഇതൊരു സ്ക്വയർ അല്ലേ. ഇവിടെ നമ്മൾ സ്ക്വയർ കിട്ടുന്നുണ്ടോ, ഇല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഈക്വൽ നമ്പർ ഓഫ് എം ആൻഡ് എൻ അങ്ങനെ വരുമ്പോൾ റോസ് ആൻഡ് കോളംസ് വരുമ്പോൾ അത്തരം മെട്രിക്സ് ആണ് എന്ത്, സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ n/n എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ m/m എന്നുള്ള രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ എന്താണ്, n എന്ന് പറയുന്നത് ആക്ച്വലി 2 ആണ്. അപ്പോൾ 2/2. അപ്പോൾ ഇതിൻ്റെ ഒരു അല്ലെങ്കിൽ നമുക്കൊരു മെട്രിക്സ് വിത്ത് ഓർഡർ ഓഫ് n എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം,
അതൊരു സ്ക്വയർ മെട്രിക്സ് ആണെന്ന് പറയാം. കാരണം അവിടെ നമുക്ക് ഒരു ഓർഡറിലൊന്നും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് തന്നെയാണ് ഏതിൽ വരുന്നത്, ബോത്ത് റോസ് ആൻഡ് കോളംസിൽ വരുന്നത്. നെക്സ്റ്റ് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ആദ്യം ആലോചിക്കുക. ഇനി ആ ഒരു സ്ക്വയർ മെട്രിക്സിലെ എല്ലാ ഡയഗണൽ എലമെൻറ്റ്സും നോൺ സീറോ ആണ്. നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ആർ സീറോ. അതായത് നമുക്കിപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസിൽ ഇപ്പോൾ 2 0 0 0 1 0 0 0 3 ഇതാണെങ്കിൽ ഇതിലെ ഡയഗണൽ എലമെൻറ്റ്സ് ഒന്നും എന്താ, ഇതാണ് ഒരു ഡയഗണൽ അല്ലേ. ഇതിനെയാണ് മേജർ ഡയഗണൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 2 1 3 എന്ന് പറയുന്നതാണ് മേജർ ഡയഗണൽ. നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് മൈനർ ഡയഗണൽ. ഇപ്പം നമ്മളെപ്പോഴും പറയുമ്പോൾ മേജർ ഡയഗണലാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം ഈ ഒരു രീതിയിൽ എടുക്കുന്ന സമയത്ത് ഇതിലെ ഈ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം നോൺ സീറോ വരികയും അല്ലെങ്കിൽ മറ്റെല്ലാ ഡയഗണൽ എലമെൻറ്റ്സ് അല്ലാത്തത് എന്തും, ഡയഗണൽ എലമെൻറ്റ്സിൽ സീറോ വരാം കേട്ടോ. 2 0 3 എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യാവുന്ന കേസാണ്. മറിച്ച് ആ ഡയഗണൽ അല്ലാത്ത എല്ലാ നോൺ ഡയഗണൽ ആയിട്ടുള്ള എല്ലാ എലമെൻറ്റ്സും സീറോ ആണ് വരുന്നത് എങ്കിൽ അതിനെയാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ Bij is equal to 0 when I not equal to j. അതായത് ഐയും ജെയും ഈക്വൽ അല്ലാത്ത, കാരണം ഇവിടെ മാത്രമാണ് ഈക്വൽ വരിക അല്ലേ. അതായത് 1 1 2 2 ബാക്കിയെല്ലാം ഇതാണ് ഡയഗണൽ. ആ ഡയഗണലിലെ ഐയുടെയും ജെയുടെയും വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഐ ഇസ് ഈക്വൽ ടു ജെ ആണ്. അപ്പം ഐ നോട്ട് ഈക്വൽ ടു ജെ എന്ന് പറഞ്ഞാൽ എന്താ, അതല്ലാത്ത എല്ലാ പാർട്ടിൽ വരുന്നതും ഐ നോട്ട് ഈക്വൽ ടു ജെ ആണ്, ആണല്ലോ. ഈ വരുന്ന എല്ലാം ഐ നോട്ട് ഈക്വൽ ടു ജെ ആണ്. അതുപോലെ ഈ വരുന്നതെല്ലാം ഐ നോട്ട് ഈക്വൽ ടു ജെ ആണ്. അപ്പോൾ ഈ ഐ നോട്ട് ഈക്വൽ ടു ജെയിൽ വരുന്ന എല്ലാം സീറോ ആണ് എങ്കിൽ അത്തരം മെട്രിക്സ് ആണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്കേലാർ മെട്രിക്സ്. സ്കേലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സ്ക്വയർ മെട്രിക്സ് പറഞ്ഞു എന്താണ്, ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്. അതിലെ ഡയഗണൽ മെട്രിക്സ് പറഞ്ഞാൽ എന്താണ്, അതിലെ ഡയഗണൽ വാല്യൂസ് ഒഴികെയുള്ളതെല്ലാം സീറോ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് സ്കേലാർ മെട്രിക്സ്. ഈ സ്കേലാർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിച്ച ഡയഗണൽ എലമെൻറ്റ്സിലെ മെട്രിക്സിലെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് സ്കേലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ഡയഗണലെല്ലാം പഠിച്ചത് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മാത്രം നേരത്തെ നമ്മൾ 2 1 3 ആണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ എന്തെടുക്കുന്നു, 2 0 0 0 2 0 0 0 2. ഇതാണ് ഇതൊരു സ്കേലാർ മെട്രിക്സ് ആണ്, ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. കാരണം എന്താ, ഏതൊരു സ്കേലാർ മെട്രിക്സും ഡയഗണൽ മെട്രിക്സ് ആണ്. കാരണം അതിലെ ഡയഗണൽ വാല്യൂസ് മാത്രമാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും, ബാക്കിയെല്ലാം നോൺ സീറോ ആണ്. ഇനി ഈ ഡയഗണൽ എലമെൻറ്റ്സിലെല്ലാം ഈക്വൽ ആണെങ്കിലാണ് സ്കേലാർ മെട്രിക്സ് പറയുന്നത്. അപ്പോൾ എല്ലാ സ്കേലാർ മെട്രിക്സും ഡയഗണൽ മെട്രിക്സ് ആണ്. പക്ഷെ എല്ലാ ഡയഗണൽ മെട്രിക്സും സ്കേലാർ മെട്രിക്സ് ആണോ, അല്ല. കാരണം നമ്മളിവിടെ എടുത്തിരിക്കുന്നതിൽ നേരത്തെ പറഞ്ഞപ്പോൾ 2 0 0 0 1 0 0 0 4 എന്നാണ് എങ്കിൽ ഇതിലെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം സീറോ ഈക്വൽ ആണോ, അല്ല. ഓരോന്നും 2 1 4 ഓരോന്നും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. പക്ഷെ അതെന്തല്ല, അതൊരു സ്കേലാർ മെട്രിക്സ് അല്ല. അതൊരു സ്കേലാർ മെട്രിക്സ് ആവണമെങ്കിൽ എന്താവണം, അതിലെ എല്ലാ ഡയഗണൽ എലമെൻറ്റ്സും സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, if a diagonal matrix is said to be scalar if its diagonal elements are equal. A square matrix B is equal to Bij of n by n is said to be a scalar matrix if Bij is equal to 0 when I not equal to j, and if I is equal to j, then Bij is equal to k, where k is a constant. അപ്പോൾ k എന്ന് പറയുന്നത് എന്ത് വാല്യൂ ആവാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്ക്വയർ മെട്രിക്സിലെ സ്ക്വയർ മെട്രിക്സ് പറഞ്ഞു, ഡയഗണൽ മെട്രിക്സ് പറഞ്ഞു, സ്കേലാർ മെട്രിക്സ് പറഞ്ഞു. ഈ സ്കേലാർ മെട്രിക്സിൽ തന്നെ അല്ലെങ്കിൽ ഡയഗണൽ മെട്രിക്സിലെ എല്ലാ എലമെൻറ്റ്സും 1 ആണെങ്കിൽ ബാക്കിയെല്ലാം 0 ആണെങ്കിൽ അതിനെയാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ സ്കേലാർ മെട്രിക്സിലെ എല്ലാ ഡയഗണൽ എലമെൻറ്റ്സും 1 ആണെങ്കിൽ അതിനെയാണ് എന്ത് പറയാം, ഐഡൻറ്റിറ്റി മെട്രിക്സ്. 1 1 1 ഇവിടെ 0 ഇവിടെ 0 ഇവിടെ 0 ഇവിടെ 0 ഇവിടെ 0. ഓക്കെ, അപ്പോൾ ഇതൊരു ആദ്യം ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണല്ലോ, ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്. ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. കാരണം എന്താ, ഇതിലെ ഡയഗണൽ അല്ലാത്ത എല്ലാ എലമെൻറ്റ്സും എന്താണ്, 0 ആണ്. ഇതൊരു സ്കേലാർ മെട്രിക്സ് കൂടിയാണ്. കാരണം എന്താ, എല്ലാ ഡയഗണൽ എലമെൻറ്റ്സും ഈക്വൽ ആണ്.
ദെൻ ഇതൊരു ഐഡൻറ്റിറ്റി മെട്രിക്സും കൂടിയാണ്. കാരണം എന്താ, ഇതിലെ എല്ലാ ഡയഗണൽസും എന്താണ്, 1 ആണ്. ദെൻ ഓൾ ദ അതർ എലമെൻറ്റ്സ് ആർ 0. അപ്പോൾ ഇതൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് നമുക്ക് പറയാം. ഈ ഐഡൻറ്റിറ്റി മെട്രിക്സ് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഐ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ സ്കേലാർ മെട്രിക്സിൽ നമ്മൾ കെ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് പറഞ്ഞു. ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ അതിനെ എന്ത് പറയുന്നത്, ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നൾ മെട്രിക്സ് ആണ്. അതായത് അതിലെ എല്ലാ എലമെൻറ്റ്സും 0 ആണെങ്കിൽ അതിനെയാണ് സീറോ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സീറോ മെട്രിക്സ് ആണ്, ഇതും ഒരു സീറോ മെട്രിക്സ് ആണ്, ഇതും ഒരു സീറോ മെട്രിക്സ് ആണ്, അതുപോലെ ഇതും ഒരു സീറോ മെട്രിക്സ് ആണ്. അപ്പോൾ ഏത് പറയുകയാണെങ്കിലും ഇതിലെ എല്ലാ എലമെൻറ്റ്സും 0 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതിനെ സീറോ മെട്രിക്സ് പറയാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, ഇക്വാലിറ്റി ഓഫ് മെട്രിക്സസ്. അപ്പോൾ രണ്ട് മെട്രിക്സിന് നമ്മൾ ഈക്വൽ ആണെന്ന് പറയുമ്പോൾ അതെന്തായിരിക്കണം, അതിൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻറ്റ്സും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അത്തരം മെട്രിക്സിനെയാണ് ഇക്വാലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ 1 0 2 3 എടുത്തു. ഓക്കെ. നെക്സ്റ്റ് വൺ 0 1 2 3 എടുത്തു. ഈ രണ്ട് മെട്രിക്സ് നോക്കുകയാണെങ്കിൽ രണ്ടും എന്താണ്, രണ്ടും സെയിം ഓർഡറാണ് ആണല്ലോ. കാരണം രണ്ടും 2/2 ആണ്. നമുക്കറിയാം നമ്മൾ ഓർഡർ പറയുമ്പോൾ റോസ് ആൻഡ് കോളംസ് പറയുമ്പോൾ 2/2 ആണ്. അതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. സ്ക്വയർ മെട്രിക്സ് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല, രണ്ടിൻ്റെയും ഓർഡർ സെയിം ആവണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. 2/3 ആവാം, പക്ഷെ മറ്റേതും 2/3 തന്നെ ആവണം. ഓക്കെ. ആ ഒരു കേസിലാണ് വരുന്നത്. അതുപോലെ തന്നെ അതിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സും ഈക്വൽ ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ 1, ഇവിടെ എന്താണ് വരുന്നത്, 0 ആണ്. ഈ 0ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്ന വാല്യൂ എന്താണ്, 1 ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, ഇത് ഈക്വൽ ആണോ, അല്ല, ഇത് ഈക്വൽ അല്ല. ഈക്വൽ ആണ് എങ്കിൽ എന്ത് ചെയ്യണം, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്ന വാല്യൂ സെയിം ആയിരിക്കണം, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്ന വാല്യൂ സെയിം ആയിരിക്കണം. അപ്പോൾ ഇവിടെ 0 1 2 3, അതുപോലെ തന്നെ ഇതും 0 1 2 3, അങ്ങനെ രണ്ടും ഈക്വൽ ആണെങ്കിൽ എ ഐ ജെയുടെ അല്ലെങ്കിൽ ബി ഐ ജെയുടെയും വാല്യൂസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിന് എന്ത് പറയൂ, ഈക്വൽ മെട്രിക്സ് പറയും, അല്ലെങ്കിൽ ഇക്വാലിറ്റി എന്ന് പറയുള്ളൂ. ഓക്കെ. ദെൻ ഓപ്പറേഷൻസ് ഓൺ മെട്രിക്സസ്. നമുക്ക് ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് അറിയാം. എന്തൊക്കെയാണ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ഉണ്ട്. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഡിഫറെൻറ്റ് മെട്രിക്സ് ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് അഡീഷൻ. ഇപ്പോൾ രണ്ട് മെട്രിക്സ് നമ്മൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെയിം ഓർഡർ ആയിരിക്കണം. ഓക്കെ. അതായത് സം ഓഫ് ടു മെട്രിക്സ് ഈസ് എ മെട്രിക്സ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് ദി കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഓഫ് ദ ഗിവൻ മെട്രിക്സ്. ഇഫ് എ ആൻഡ് ബി ആർ നോട്ട് on the same order, then a plus b is not defined. കാരണം അത് രണ്ടും സെയിം ഓർഡർ അല്ലെങ്കിൽ നമുക്കത് പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പം നേരത്തെ നമ്മൾ എടുത്തതിൽ ഇപ്പം 0 1 2 3 ഇതൊരു മെട്രിക്സ് ആണ്. അടുത്ത മെട്രിക്സ് എന്ന് പറയുന്നത് 2 1 0 3, ഇതാണ് രണ്ട് മെട്രിക്സ്. അപ്പോൾ ഈ രണ്ട് മെട്രിക്സ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ആഡ് ചെയ്യും, ഇതിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്താണ് ഉള്ളത് അത് രണ്ടുമാണ് ആഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, 2 പ്ലസ് ആണ്. അപ്പോൾ 0 + 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 1 + 1 2 ആണ്. 2 + 0 2 ആണ്. 3 + 3 6 ആണ്. ഇത്തരത്തിലാണ് നമ്മൾ അതിനെ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് കറസ്പോണ്ടിങ് പൊസിഷനിലുള്ള എലമെൻറ്റ്സിനെയാണ് നമ്മൾ ഈ ഒരു അഡീഷനിൽ കൊടുക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കേലാർ. അതായത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊരു മെട്രിക്സ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഏതെങ്കിലും ഒരു സ്കേലാർ വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമുക്കൊരു ഈ സ്കേലാർ വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്നത്, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഏതെങ്കിലും ഒരു ലൈനിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ വാല്യൂ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണിത്. അതായത് നമുക്ക് സൈസ് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് മൈനസ് വെച്ചിട്ട് കൊടുക്കാം. അതുപോലെ കൂട്ടുകയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിന് വേറൊരു മൾട്ടിപ്ലിക്കേഷൻ ലാർജർ വാല്യൂ വെച്ചിട്ട് പോസിറ്റീവ് നമ്പർ വെച്ചിട്ട് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷണൽ വാല്യൂ വെച്ചിട്ടാണെങ്കിൽ സ്മോൾ ഇതിൻ്റെ സൈസ് കുറയ്ക്കാനും
ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ 2 3 ആ ഒരു രീതിയിൽ നമുക്ക് 2 കൊടുത്ത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഉള്ള സൈസിന് നമുക്കൊന്ന് ഡബിൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണിത് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കെയിലർ എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് എ ഓഫ് ഐ ജെ എം ബൈ എൻ ഈസ് എ മാട്രിക്സ് ആൻഡ് കെ എന്ന് പറയുന്നത് സ്കെയിലർ ആണെങ്കിൽ കെ ഈസ് കെ എ ഈസ് അനദർ മാട്രിക്സ് വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ഈച്ച് എലമെൻറ്റ് ഓഫ് എ ബൈ എ സ്കെയിലർ. അപ്പോൾ എല്ലാ എലമെൻറ്റിനെയും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എലമെൻറ്റോ അല്ല, ആ ഒരു മാട്രിക്സിലെ എല്ലാ എലമെൻറ്റിനും നമുക്ക് എന്ത് ചെയ്യും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് നെഗറ്റീവ് ഓഫ് എ നമ്പർ. ഇപ്പോൾ ഒരു മാട്രിക്സിൻ്റെ നെഗറ്റീവ് നമുക്ക് ഡിനോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് -1 എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 2 0 2 ആണെന്ന് വിചാരിക്കാം എ എന്ന് പറയുന്ന മാട്രിക്സ്. അപ്പം -a ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ മതി, -1 ഓഫ് എ അല്ലേ. -1 ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഓരോ എലമെൻസിനെയും നമുക്ക് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടേ. അപ്പം -1 -2 0 -2. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളൊരു മാട്രിക്സിൻ്റെ നെഗറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഡിഫറൻസ് ഓഫ് മാട്രിക്സസ്. ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് മാട്രിക്സ് നമ്മൾ ആഡ് ചെയ്തത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മൾ ഡിഫറൻസും വരുന്നത്. അതായത് നമുക്ക് ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, a മൈനസ് ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് -1 ഓഫ് ബി എന്നതിൻ്റെ നെഗറ്റീവ് നമ്മളിപ്പോൾ കണ്ടതുപോലെ കണ്ടിട്ട് ചെയ്യാം. അത് രണ്ടും എന്ത് തന്നെയാണ്, സെയിം ആണ് അല്ലേ, ഇൻ എഫക്റ്റ് സെയിം ആണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ ഒരു മെട്രിക്സ് അഡീഷൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. കാരണം രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യുന്നതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ വാല്യൂയിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ. അതുപോലെ അസോസിയേറ്റീവ് ലോ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ രണ്ട് മെട്രിക്സിനെ ആഡ് ചെയ്തതിന് മൂന്നാമത്തെ ഒരു മെട്രിക്സിനെ ആഡ് ചെയ്യുമ്പോൾ അത് ഏത് ഓർഡറിൽ ആഡ് ചെയ്യുന്നു എന്നുള്ളതും സിഗ്നിഫിക്കൻ്റ് അല്ല. കാരണം ഏത് ഓർഡറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ത് തന്നെയാണ്, സെയിം ആണ്. അതുപോലെ എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി. അതായത് നമുക്കിപ്പോൾ ഏതൊരു മെട്രിക്സിനെയും ഒരു നൾ മെട്രിക്സ് കൊണ്ടും ആഡ് ചെയ്യുന്നത്, ഇപ്പം എ പ്ലസ് 0 ഈസ് ഈക്വൽ ടു 0 പ്ലസ് എ ഈസ് ഈക്വൽ ടു എ, അത് നമുക്ക് പറയേണ്ട കാര്യമില്ല അല്ലേ. കാരണം നമ്മൾ സെയിം ഒരു നോർമൽ നമ്പേഴ്സിന് ആഡ് ചെയ്യുന്ന സെയിം തന്നെയാണ് നമ്മുടെ ഒരു മെട്രിക്സിൻ്റെ കേസിലും വരുന്നത്. നെക്സ്റ്റ് വൺ അഡിറ്റീവ് ഇൻവേഴ്സ്. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സ് പ്ലസ് അതിൻ്റെ മൈനസ് നെഗറ്റീവ് മെട്രിക്സും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ്, 0 ആണ്. അടുത്ത വരുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ്. അപ്പം പ്രൊഡക്റ്റ് ഓഫ് ടു മെട്രിക്സ് ആണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ക്വയർ മെട്രിക്സ് ആവണമെന്നുണ്ടോ, ഇല്ല. എന്താണ് അങ്ങനെ പറയുന്നത്, കാരണം നമ്മൾ ഈ ഒരു മെട്രിക്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് എം ബൈ എന്നും അതുപോലെ എൻ ബൈ പി എന്നുള്ള മെട്രിക്സ് എടുക്കാൻ വേണ്ടി പറ്റും. അത് എൻ ബൈ എൻ, ഇവിടെ എൻ ബൈ പി. കാരണം ഈ രണ്ടെണ്ണം സെയിം ആവണമെന്ന് മാത്രമേ നമുക്കൊരു മെട്രിക്സിൻ്റെ കേസിൽ കൊടുക്കാനുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള വാല്യൂസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അതായത് ഇത് എൻ ബൈ എൻ ആയിക്കോട്ടെ എം ബൈ എൻ ആയിക്കോട്ടെ എന്തായാൽ മതി, നെക്സ്റ്റ് വരുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ളത് എൻ ആവണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. ഇപ്പോൾ എം ബൈ എൻ ഇൻറ്റു എൻ ബൈ പി ആവാം, അല്ലെങ്കിൽ എം ബൈ എൻ ഇൻറ്റു എൻ ബൈ എൻ ആവാം. ഏത് മെട്രിക്സ് ആയിക്കഴിഞ്ഞാലും ഈ ഒരു ഓർഡർ ഫോളോ ചെയ്യാൻ മാത്രമാണ് നമ്മുടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ പറയുന്നത്. ഓക്കെ, the product of two matrices A and B is defined if the number of columns of A is equal to the number of rows of B. കാരണം എന്താ, ഇവിടെ ഇത് കോളംസ് ആണ്, ഇതിൽ ഫസ്റ്റത്തെ റോസ് ആണ്. അപ്പം എയുടെ കോളവും ബിയുടെ റോസിൻ്റെയും നമ്പർ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. എന്നിട്ട് എ ഐ ജെ ബി എൻ എൻ ബൈ എൻ മെട്രിക്സ് ആൻഡ് ബി ഐ ജെ കെ ബി എ എൻ ബൈ പി മെട്രിക്സ്. ദെൻ ദ പ്രൊഡക്റ്റ് ഓഫ് ദ മെട്രിക്സ് എ ആൻഡ് ബി ഇസ് ഓഫ് ഓർഡർ എം ബൈ പി. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഐ ജെ ജെ കെ എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഇറ്റ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. കാരണം എ ഇൻറ്റു ബി എന്ന് പറയുന്നത് നമുക്ക് ബി ഇൻറ്റു എന്ന് പറയാൻ വേണ്ടി പറ്റുമോ, ഒരിക്കലും ഇല്ല. കാരണം എന്താ, ഇവിടെ നമ്മൾ എം ബൈ എൻ ബൈ പി ആണ് പറഞ്ഞത്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് നേരെ തിരിച്ചാണ്. അതായത് എൻ ബൈ പി ഇൻറ്റു എം ബൈ എൻ ആണ്. എം ബൈ എൻ ആണെങ്കിൽ നമുക്ക് ഇത് ഈക്വൽ ആവുമോ, ഇല്ല. അത്തരം കേസിൽ നമുക്ക് അവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഇല്ല. അപ്പോൾ അവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഇസ് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റുമോ, ഒരിക്കലും ഇല്ല.
അപ്പോൾ ഈ ഒരു കേസ് നമ്മൾ ആലോചിക്കണം. മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്നുള്ള കാര്യം. നെക്സ്റ്റ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡയഗണൽ മെട്രിക്സ് ഓഫ് സെയിം ഓർഡർ വിൽ ബി കമ്മ്യൂട്ടേറ്റീവ്. കാരണം ആ കേസിൽ എന്താണ്, രണ്ടും സെയിം ഓർഡർ ആണ്. ഇവിടെ n ബൈ n ആണ്, ഇവിടെ n ബൈ n ആണ്, കുഴപ്പമില്ല അല്ലേ? കാരണം നേരെ തിരിച്ച് നമ്മൾ n കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് പറയാം, ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ നോട്ട് ഇൻ ഓൾ കേസസ് എന്നുള്ളതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം. Then, if the product of two matrices is a zero matrix, it is not necessary that one of the matrices is a zero matrix. ഇപ്പോൾ രണ്ട് മെട്രിക്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അത് സീറോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അതിലൊരു മെട്രിക്സ് സീറോ ആയിരിക്കും അല്ലെങ്കിൽ ഒരു നൾ മെട്രിക്സ് ആണെന്ന് നമുക്ക് പറയുന്നത് നിർബന്ധമില്ല. അതല്ലെങ്കിൽ അത് ആ ഒരു മെട്രിക്സ് സീറോ മെട്രിക്സ് ആവണമെന്ന് നിർബന്ധമില്ല. കാരണം ഫസ്റ്റത്തെ മെട്രിക്സും സെക്കൻഡ് മെട്രിക്സിൻ്റെ കേസിൽ രണ്ടാമത്തത് മൈനസ് വാല്യൂ വരുന്ന വേറെ ഏതെങ്കിലും മെട്രിക്സ് ആയി കഴിഞ്ഞാലും അതിൻ്റെ വാല്യൂ എന്താവാം, സീറോ മെട്രിക്സ് ആവാം. നെക്സ്റ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഓഫ് മെട്രിക്സസ് ആണ്. അപ്പോൾ അത് അസോസിയേറ്റീവ് നമുക്ക് എ ബി ഇൻറ്റു സി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി സി എന്നുള്ള കേസ് നമുക്ക് പറയാം. കാരണം ആ ഓർഡർ അവിടെ പറയുന്ന സമയത്ത് വേറെ ചേഞ്ച് ഒന്നും വരുന്നില്ല, ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷനിൽ ചേഞ്ച് വരുന്നത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ലാസ്റ്റ് വരുന്ന കേസസ് ഒക്കെ സെയിം ആയിരിക്കും. ഓക്കെ, ദെൻ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഫോർ ത്രീ മെട്രിസസ് എ ബി സിയുടെ കേസിൽ എ ഇൻറ്റു ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു എ ബി പ്ലസ് എ സി, അതായത് അതുപോലെ തന്നെ എ പ്ലസ് ബി ഇൻറ്റു സി ഇസ് ഈക്വൽ ടു എ സി പ്ലസ് ബി സി. അപ്പോൾ ആ ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് ലോവും അസോസിയേറ്റീവ് ലോവും അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് ചെയ്യുന്നതാണ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്താ, അതായത് അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 1 ആണെന്ന് വരുന്ന കേസാണ്. ഓക്കെ അല്ലേ? അതാണ് നമുക്ക് സ്മോൾ മെട്രിക്സ് പഠിക്കാം. ഓക്കെ, 1 0 0 1 ഇതാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു മെട്രിക്സിൻ്റെയും അതിൻ്റെ കൂടെ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതും എന്ത് തന്നെയായിരിക്കും, എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നെയായിരിക്കും. ഇവിടെ 2 വരും, ഇവിടെ 3 വരും, ഇവിടെ 1 വരും, ഇവിടെയും 1 വരും. ഈ സെയിം 2 3 എന്ന് പറയുന്ന 2 3 1 1 തന്നെയാണ് നമുക്കിതിൻ്റെ ആൻസറായിട്ട് കിട്ടുന്നത്. അതാണ് അതിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. എന്താണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്ത് വരുന്നതാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ m ബൈ n എടുക്കുകയാണെങ്കിൽ അത് n ബൈ n ആയിരിക്കും നമ്മളതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 1 2 3 1 1 0 ആണെന്ന് വിചാരിക്കാം. ഇനി ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റോസ് എന്താവും, കോളംസ് ആവും, കോളംസ് എന്താവും, റോസ് ആവും. അപ്പോൾ ഇവിടെ 1 2 3 വരും, ഇവിടെ 1 1 0 വരും അല്ലേ? അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഓർഡർ എന്തായിരുന്നു, ഇത് 2 ബൈ 3 ആയിരുന്നു, ഇവിടെ എന്തായത് 3 ബൈ 2 ആയി. അപ്പോൾ അതിൻ്റെ ഓർഡർ ചേഞ്ച് ആയി അല്ലേ? അതിൻ്റെ ഓർഡർ ചേഞ്ച് ആകുന്നത് എന്തുകൊണ്ടാണ്, അതിൻ്റെ റോസും കോളംസ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, ഇൻ്റർചേഞ്ച് ചെയ്തത്. അപ്പോൾ അതാണ് ഒരു ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമുക്ക് എ ട്രാൻസ്പോസ് എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ എ ട്രാൻസ്പോസ് ആണ് എ ട്രാൻസ്പോസ് അല്ലെങ്കിൽ എ ഡാഷ്, ഈ രണ്ട് രീതിയിലും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ദെൻ properties of transpose of a matrix. A transpose or transpose is equal to A. അതായത് നമ്മൾ ഒരു മെട്രിക്സിനെ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ആദ്യം 2 3 1 0 ആണ്. ആ 2 3 1 0ൻ്റെ എ ട്രാൻസ്പോസ് കൊണ്ട് എന്തായി, 2 3 1 0 ആയി. ഇതാണ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇനി എ ട്രാൻസ്പോസ് ഓർ ട്രാൻസ്പോസ് എന്തായി, ഇതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, 2 3 1 0 കൊടുക്കുന്നു. അത് തന്നെയാണ് നമുക്കിവിടെ ഉള്ള ഒറിജിനൽ എ എന്ന് പറയുന്നത്. അപ്പോൾ എ ട്രാൻസ്പോസ് ഓർ ട്രാൻസ്പോസ് എന്തായി, ദാറ്റ് ഈസ് ഈക്വൽ ടു എ തന്നെയായി. നെക്സ്റ്റ്, കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു കെ. കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് അതിൻ്റെ ഓരോ എടുത്തു കഴിഞ്ഞാലും ആ കെ പുറത്തെടുത്ത് എ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്, ഈക്വൽ ആണ്. നെക്സ്റ്റ്, എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. അതായത് ഇപ്പോൾ രണ്ട് മെട്രിക്സ്, ഇവിടെ 1 2 3 4 ഉണ്ട്, ഇവിടെ 1 1 0 1 ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ
ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വാല്യൂ കിട്ടുക? ഇതിന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 3 3 5 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ ട്രാൻസ്പോസ് എന്താണ്? 2 3 3 5. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ നമുക്ക് 1 ആക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ വാല്യൂസ് ചേഞ്ച് ആവില്ല. 1. ഇവിടെ എന്ത് കിട്ടി? ഇവിടെ കിട്ടുന്ന വാല്യൂ 4 ആണ്. ഓക്കെ, 2 3 4 5. ഇനി ഇതിനെ നമുക്ക് ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 4 3 5. 2 4 3 5 9. ഇനി ഇതിനെ നമ്മൾ ഓരോന്നിൻ്റെയും ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? 1 2 3 4. ഇനി ഇത് 1 1 1 1 ആണല്ലേ? 1 1 1 1. അതിൻ്റെ ട്രാൻസ്പോസും സെയിം തന്നെയാണ്. അത് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 2 4 3 5. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ്. ഇത് രണ്ടും സെയിം ആണെന്ന് കിട്ടി. നെക്സ്റ്റ് എന്താ? എ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. അതാണ് നമുക്ക് തെറ്റിപ്പോയൊരു കാര്യം. കാരണം എ ബി ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് അല്ലേ നമ്മൾ ചിന്തിക്കും. പക്ഷെ അതല്ല, എ ബി ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആണ്. നെക്സ്റ്റ് വരുന്നത് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അതിൽ സിമെട്രിക് മെട്രിക്സ് പറഞ്ഞാൽ എന്താ? അതായത് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ തന്നെയാണെങ്കിൽ അതിനെ നമുക്ക് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. എന്താണ്? ഇപ്പോൾ എ ഈസ് ഈക്വൽ ടു 1 2 2 3. ഇതിനെ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും എ ട്രാൻസ്പോസ് എന്ത് തന്നെയാണ് വരുന്നത്? 1 2 2 3. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന മെട്രിക്സ്, അതായത് എ ഐ ജെയും എ ജെ ഐയും സെയിം ആണെങ്കിൽ അത്തരം വാല്യൂസുള്ള മെട്രിക്സ് ആണ് എന്ത്? സിമെട്രിക്സ് മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ? സ്ക്യൂ സിമെട്രിക്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മൈനസ് എ ആണെങ്കിൽ അതിനെയാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. അതിൽ എ ഐ എ എന്ന് പറയുന്നത് മൈനസ് എ ഐ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ 2 എ ഐ എ എന്ന് പറയുന്നത് എന്താവും? 0 ആവും. അപ്പോൾ നമ്മുടെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഏതിൽ 0 ആയിരിക്കും? നമ്മുടെ സ്ക്യൂ സിമെട്രിക്സിൽ 0 ആയിരിക്കും. അത്തരം മെട്രിക്സിനെയാണ് നമ്മൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പം 2 മൈനസ് 1 1 സോറി 0 0. ഇതാണ് എ എങ്കിൽ 0 മൈനസ് 1 1 0. ഇതാണ് അതിൻ്റെ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അതായത് രണ്ട് മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ അത് മറ്റൊരു മെട്രിക്സിന് മൈനസ് ആണ് എങ്കിൽ അത്തരം മെട്രിക്സിനാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം അതിലെ ഡയഗണൽ എലമെൻറ്റ്സ് പറയുന്നത് എന്തായിരിക്കും? അത് 0 ആയിരിക്കും. ഓക്കെ, ഇനി ഇൻവേർട്ടിബിൾ മെട്രിക്സ്. ഇപ്പോൾ രണ്ട് മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എം ആണെങ്കിൽ ഇഫ് ദർ എക്സിസ്റ്റ് അനദർ സ്ക്വയർ മെട്രിക്സ് ബി ഓഫ് സെയിം ഓർഡർ എം such that a b is equal to b a is equal to I, then b is called the inverse of a. ഇപ്പോൾ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ അത്തരം മെട്രിക്സിൽ നമുക്ക് എന്താ പറയുക? അതിൽ ബി എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് എ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ മൈനസ് 1 എന്നില്ല, എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുക? എ ഇൻവേഴ്സ്. അതാണ് ഇത് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എയും ബിയും തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ രണ്ടിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബിയും ബി എയും ഈക്വൽ ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ആണ്, എലമെൻ്റ് ആണ് എങ്കിൽ അത്തരം മെട്രിക്സ് ആണ് എന്ത്?
ഇൻവേഴ്സ് മെട്രിക്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഇൻവേഴ്സ് മെട്രിക്സ് വരുമ്പോൾ ഒന്ന് മറ്റൊന്നിനെ നമുക്ക് എന്ത് പറയാം, ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പം ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ, then എ ഈസ് ഓൾസോ ദ ഇൻവേഴ്സ് ഓഫ് ബി. ഓക്കെ, എ matrix A and B should be square matrices of same order. So the rectangular matrix does not possess the inverse matrix. എത്ര മെട്രിക്സിൽ മാത്രമേ നമുക്ക് സാധ്യമാവുള്ളൂ? ആകെ സ്ക്വയർ മെട്രിക്സിൻ്റെ കേസിൽ മാത്രം. അതായത് ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ 1 2 3 4 എന്നുള്ള രീതിയിൽ വരുന്നൊരു മെട്രിക്സ്, ഇത്തരത്തിലുള്ള സ്ക്വയർ മെട്രിക്സിൻ്റെ കേസിൽ മാത്രമേ ഒരു ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത് സാധ്യമാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ നോക്കുന്നത്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.